സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി അവതാരത്തെ കുറിച്ചുള്ളൊരു കഥയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ ദശാവതാരം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിപ്പിക്കാതെ വരാഹമൂർത്തി അവതാരത്തെ കുറിച്ചുള്ള ഒരു കഥയും ആ സന്ദർഭവും എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ഖഡ്ഗി. ഇതാണ് ഭഗവാന്റെ 10 അവതാരം. അപ്പൊ നമ്മൾ ഇതില് മത്സ്യാവതാരത്തിന്റെ കഥ കേട്ടിരുന്നു, കൂർമാവതാരത്തിന്റെയും കഥ കേട്ടിരുന്നു. ഈ 2 വീഡിയോസ് കാണാത്തവര് ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കൂ, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ മൂന്നാമതായിട്ട് വരാഹമൂർത്തി അവതാരത്തെ കുറിച്ചുള്ള കഥയാണ് പറയാനായിട്ട് പോകുന്നത്. വരാഹമൂർത്തി അവതാരത്തിന്റെ കഥയും സാധാരണ ഗതിയിൽ എന്ന പോലെ തന്നെ ഒരു അസുരനെ വധിക്കാൻ വേണ്ടിയുള്ള ഒരു കഥയാണ്. ലോക പരിപാലകനായ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി അവതാരം. വരാഹം എന്ന് വെച്ചാൽ പന്നി എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെ പറ്റി അറിയാത്തവർക്കായിട്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. വരാഹം എന്ന് ഉദ്ദേശിക്കുന്നത് പന്നിയാണ്. വരാഹമൂർത്തി അവതാരത്തിന്റെ കഥ തുടങ്ങുന്നത് കശ്യപ മുനിയിൽ നിന്നാണ്. കശ്യപ മുനിക്ക് 2 ഭാര്യമാരാണ് ഉള്ളത്, ദിതിയും അദിതിയും. കശ്യപ മുനിക്ക് ദിതിയിൽ നിന്ന് അസുരന്മാരും അദിതിയിൽ നിന്ന് ദേവന്മാരും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ സന്ധ്യാവന്ദന വേളയിൽ കശ്യപ മുനിയുടെ പത്നിയായ ദിതിക്ക് വളരെയധികം വലിയ കാമപരവേശം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തെ, അതായത് കശ്യപ മുനിയെ ദിതി കാമകേളികൾക്കായിട്ട് നിർബന്ധിക്കേണ്ടായി. പക്ഷെ കശ്യപ മുനി ആവട്ടെ ദിതിയുടെ ഈ ഒരു ആഗ്രഹത്തിനോട് ഒട്ടും തന്നെ വഴങ്ങുന്നില്ല. ഈ ഒരു സന്ധ്യാവന്ദന വേളയിൽ ഒരിക്കലും കാമകേളികളിൽ ഏർപ്പെടരുത് എന്നാണ് കശ്യപ മുനിയുടെ ഉത്തരവ്. പക്ഷേ ദിതി ആവട്ടെ കശ്യപ മുനിയെ വളരെയധികം നിർബന്ധിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിന്റെ കാമാസക്തിയെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിലൂടെ ദിതി ഗർഭം ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ദിതിയുടെ ഗർഭത്തിൽ നിന്ന് ഒരു വലിയൊരു തേജസ് ഈ ത്രിലോകങ്ങളുടെയും 4 ദിക്കിലേക്ക് എത്തുകയാണ്. ഇതിന്റെ കാരണം അറിയാനായിട്ട് ദേവന്മാരെല്ലാവരും ചേർന്ന് ബ്രഹ്മദേവനെ സമീപിക്കുകയാണ്. ബ്രഹ്മദേവനാവട്ടെ ഒരു മന്ദഹാസത്തോടുകൂടി ഈ ഒരു കഥ അവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ദിതി ദേവിയുടെ ഗർഭത്തിൽ നിന്ന് ഇത്രയും വലിയൊരു തേജസ് ഈ ത്രിലോകങ്ങളുടെയും 4 ദിക്കിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ കാരണമാണ് ബ്രഹ്മദേവൻ ഒരു കഥാരൂപേണ ദേവന്മാർക്കായി പറഞ്ഞു കൊടുക്കുന്നത്. യുഗങ്ങൾക്ക് മുൻപ് സനത്കുമാരന്മാര് ഭഗവാൻ മഹാവിഷ്ണുവിനെ ദർശിക്കാനായി വൈകുണ്ഠത്തിൽ എത്തുകയുണ്ടായി. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയവിജയന്മാർ. അങ്ങനെ ഈ ജയവിജയന്മാർ ചേർന്ന് സനത്കുമാരന്മാരെ തടയുകയുണ്ടായി. ഇതിൽ കോപാകുലരായ സനത്കുമാരന്മാര് ജയവിജയന്മാരെ ശപിക്കുന്നുണ്ട്. എന്താണ് ആ ശാപം? വരും ജന്മങ്ങളിൽ ജയവിജയന്മാർ അസുരകുലത്തിൽ അസുരന്മാരായി തന്നെ ജനിക്കട്ടെ എന്നും സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ കൈകൾ കൊണ്ട് മരണം പ്രാപിക്കട്ടെ എന്നതായിരുന്നു അവരുടെ ശാപം. അങ്ങനെ ശാപം ലഭിച്ച ജയവിജയന്മാരിൽ ഒരാളാണ് ദിതിയുടെ പുത്രനായി ജനിക്കുന്നത്. മാത്രമല്ല ബ്രഹ്മദേവൻ ഇതും കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ തികഞ്ഞ ശക്തിശാലിയായിരിക്കും, ത്രിലോകങ്ങളെയും നടുക്കാനുള്ള പ്രാപ്തി അവൻ ഉണ്ടാവുമെന്ന് ദേവന്മാരോടായിട്ട് ബ്രഹ്മദേവൻ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയൊരു ആശ്വാസ വചനവും കൂടെ ബ്രഹ്മദേവൻ അവർക്കായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഭയപ്പെടേണ്ടതില്ല, ഭഗവാൻ നാരായണൻ ഇവരെ എല്ലാവരെയും വധിക്കാനായിട്ട് ഓരോ യുഗങ്ങളിലും ഓരോ അവതാരം കൈക്കൊള്ളുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെ ബ്രഹ്മദേവനിൽ നിന്ന് ഈ ഒരു കഥ കേൾക്കുന്ന ദേവന്മാര് വളരെയധികം ആശ്വാസത്തോടു കൂടി തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ദിതി ആവട്ടെ 2 പുത്രന്മാർക്ക് ജന്മം നൽകുന്നുണ്ട്. അവർക്ക് ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യകശിപു എന്നും നാമം നൽകുന്നുമുണ്ട്. അങ്ങനെ കാലങ്ങൾ പോകുന്തോറും അവരിരുവരും വളരെയധികം ശക്തിശാലികളായ അസുരന്മാരായിട്ട് വളർന്നു വന്നു. ഹിരണ്യാക്ഷൻ ആവട്ടെ ദൈത്യന്മാരുടെ മുഴുവൻ സംഘത്തിന്റെയും രാജാവായി മാറുന്നുണ്ട്. അങ്ങനെ ഇരുവരും ബ്രഹ്മദേവനെ യുഗയുഗാന്തരം തപസ് ചെയ്യുകയും വളരെ ശക്തിയേറിയ വരങ്ങൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു വരപ്രാപ്തിയിലൂടെ അവർ ത്രിലോകങ്ങളെ വരെ ഭരിക്കാനായിട്ട് തുടങ്ങി. ത്രിലോകങ്ങളിലും അവരുടെ ശക്തി കണ്ടിട്ട് വളരെയധികം ഭയജാഗിതരാവാനായിട്ട് തുടങ്ങി. അവർ പിന്നീട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുകയുണ്ടായി, ആരും തന്നെ ത്രിമൂർത്തികളിൽ അഭയം പ്രാപിക്കരുത് എന്ന്, അല്ലെങ്കിൽ ആരും തന്നെ ത്രിമൂർത്തികളെ ആരാധിക്കരുത് എന്ന്. മാത്രമല്ല അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും
ഹിരണ്യകശിപുവാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രാമുഖ്യമേറിയ ആൾക്കാർ. അതായത് ഭഗവാന് തുല്യമാണ് അവർ എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 3 ലോകങ്ങളിലും ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം ക്രൂരകരമായിരുന്നു. അപ്സരസ്സുകളെയും ദേവസ്ത്രീകളെയും ഒക്കെ അവർ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ദേവന്മാരെ എല്ലാവരും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനായിട്ട് തുടങ്ങി. ഇന്ദ്രലോകത്തും സ്ഥാനം പിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ യുദ്ധം എന്ന് പറയുന്നത് വളർന്നു വളർന്നു വന്ന് പ്രകൃതിയോടക്കം ആവാനായിട്ട് തുടങ്ങി. ഒരിക്കൽ ഇവർ രണ്ടുപേരും ചേർന്ന് സമുദ്രത്തിലെ തിരമാലകളെ വരെ താടനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇവരുടെ ഈ പ്രവൃത്തി കണ്ട് ഭയന്നോടിയ വരുണദേവൻ അഭയം പ്രാപിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൽ നിന്നാണ്. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് സർവ്വദേവഗണങ്ങൾക്കും അറിയാവുന്നതാണ്. ലോക പരിപാലകനായ മഹാവിഷ്ണുവിന്റെ കയ്യിൽ എന്തിനാണ് പരിഹാരമില്ലാത്തത്? അങ്ങനെ മഹാവിഷ്ണു ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെയധികം ക്രോധാകുലനാവുകയാണ്. അദ്ദേഹത്തിന്റെ ദശാവതാരത്തിലെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി അവതാരം കൈക്കൊള്ളുകയാണ്. ഇതറിഞ്ഞ ഹിരണ്യാക്ഷനാവട്ടെ ഭൂമി ദേവിയെയും കൂടെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം ഭൂമിയെ കൈകൊണ്ടെടുത്ത് പാതാളത്തിലേക്ക് എറിയാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പാതാളത്ത് ചെന്ന് നിലം പതിച്ച് കടക്കുകയാണ് ഭൂമി ദേവി. വളരെയധികം വിഷമത്തോടു കൂടി ഭഗവാൻ നാരായണനെ വിളിച്ച് കരയുകയാണ്. ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി അവതാരം കൈക്കൊണ്ട് അദ്ദേഹത്തിന്റെ തേറ്റ ഉപയോഗിച്ച് ഭൂമി ദേവിയെ എടുത്തുയർത്തിക്കൊണ്ടുവരികയാണ്. ഇതിലൂടെ ഹിരണ്യാക്ഷനോടുള്ള ക്രോധം വളരെ വലിയ തോതിൽ തന്നെ ഉണ്ടാവുകയാണ് വരാഹമൂർത്തിക്ക്. അങ്ങനെ ഹിരണ്യാക്ഷനോട് വളരെ വലിയൊരു യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ മഹാവിഷ്ണു. ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ളത് ഈ ഒരു ലോകത്തിന്റെ പരിപാലകനാണ്. അതുകൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പരിപാലകൻ തന്നെ രംഗത്തിറങ്ങുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഹിരണ്യാക്ഷനും നമ്മുടെ വരാഹമൂർത്തിയും തമ്മിലുള്ള ഘോര യുദ്ധം ആരംഭിച്ചു. ഇതിൽ കലിവുണ്ട് ഹിരണ്യാക്ഷൻ ഭഗവാൻ വരാഹമൂർത്തിക്ക് നേരെ അലറി പായുകയാണ്. ദേവന്മാരും അസുരന്മാരും മഹർഷിമാരും ഈ ഒരു യുദ്ധത്തിന് സാക്ഷിയാവുന്നുണ്ട്. സംവത്സരങ്ങളോളം ഈ ഒരു യുദ്ധം നീണ്ടു നിന്നു. അങ്ങനെ അനേകം വർഷങ്ങളോളമുള്ള യുദ്ധത്തിന് അവസാനം ഭഗവാൻ വരാഹമൂർത്തി തന്റെ തേറ്റയിലുള്ള കൂർത്ത കൊമ്പുകൾ കൊണ്ട് ഹിരണ്യാക്ഷന്റെ മാറ് കുത്തി പിളർന്ന് നിലത്തിട്ട് ചവിട്ടി തേച്ചു. ഇത് കാണുന്ന ദേവന്മാരും അസുരന്മാരും മഹർഷിമാരും ത്രിലോകം വരെ ഭഗവാൻ വരാഹമൂർത്തിയെ വാഴ്ത്തിപ്പാടി. അതിനൊടുവിൽ അദ്ദേഹത്തിന്റെ വരാഹമൂർത്തി അവതാരം ഭഗവാൻ മഹാവിഷ്ണുവിൽ തന്നെ ലയിച്ചു ചേർന്നു. ഭൂമി ദേവിയെ രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ 3യ അവതാരമായിട്ടുള്ള വരാഹമൂർത്തി അവതാരം കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വരാഹമൂർത്തി അവതാരത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ്. ഈ യുദ്ധത്തിൽ 2 അസുരന്മാരിൽ ആകെ ഹിരണ്യാക്ഷൻ മാത്രമേ മൃത്യു വരിച്ചിട്ടുള്ളൂ. ഹിരണ്യകശിപു ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഹിരണ്യകശിപുവിന്റെ കഥ ഇതിനോട് തുടർന്ന് വരുന്നുണ്ട്. ആ ഒരു കഥയിൽ തന്നെ ഭഗവാന്റെ അടുത്ത അവതാരമായിട്ടുള്ള നരസിംഹാവതാരത്തിന്റെ ഒരു എൻട്രി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത അവതാരം പറയുന്നതാണ് കേട്ടോ. ഭൂവരാഹായ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ക്രോധ പ്രചോദയാത്. ഞാൻ ഇപ്പോൾ ഉരുവിട്ടത് വരാഹമൂർത്തി ഗായത്രിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ മഹാവിഷ്ണുവിനെ വരാഹമൂർത്തി ഗായത്രിയിൽ നിങ്ങൾ ആരാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൂമി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു ഉത്തമ സൊല്യൂഷൻ, ഉത്തമ പരിഹാരം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല പാലക്കാട് പന്നിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഭഗവാൻ വരാഹമൂർത്തി ക്ഷേത്രം ഉണ്ട്. ഭഗവാന്റെ വരാഹമൂർത്തി ആയിട്ടുള്ള ക്ഷേത്രമുണ്ട്. ഞാൻ പേഴ്സണലി പോയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ഗോള പൂജയും ഭൂമി പൂജയും ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഭൂമി ആയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭൂമിയുടെ കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ് കേട്ടോ.
വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു പൂജയാണത്. അപ്പോൾ എല്ലാവരും ഭഗവാൻ വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയാണ്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീകൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അടുത്തത് ഭഗവാന്റെ 4ാമത്തെ അവതാരമായ നരസിംഹ അവതാരാണ്. വളരെ മനോഹരമായിട്ടുള്ളതും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പം എല്ലാവരും കാത്തിരിക്കും കേട്ടോ.